അങ്ങനെ 2 ദിവസത്തെ വിളയാട്ടത്തിന് ശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇപ്രാവശ്യത്തെ പോക്ക് പറഞ്ഞാൽ ഒന്നൊന്നര ട്രാജഡി ആയിരുന്നു ട്രെയിന്. അതുകൊണ്ട് തന്നെ 5:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ റെയിൽവേയിലെത്തി അവിടുന്ന് പ്ലാറ്റ്ഫോം മുറിച്ചെടുക്കുന്ന ടൈമിൽ ഞാൻ ചെറുതായിട്ട് വീണതാണെങ്കിൽ ഒരു കഷ്ടത്തിലായിരുന്നു വീണത്. പിന്നെ എൻ്റെ സമയം വളരെ നല്ലതായതുകൊണ്ട് തന്നെ എൻ്റെ ബാഗിൽ എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ വീണ്ടും റെയിൽവേ ക്ലോസ് ചെയ്ത് എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കം എണീച്ച് ഉണരുമ്പോഴേക്കും ഓൾമോസ്റ്റ് കൊയിലാണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു കുട്ടി മലയാളി അല്ലാത്തതുകൊണ്ടാണോ തോന്നുന്നു, ഞാൻ ഒറ്റ കൈ നീട്ടിൽ എൻ്റെ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ സംഭവിക്കാത്തതാണ്, പക്ഷെ എന്തോ കുട്ടി എൻ്റെ കൂടെ വന്നു. സോ അങ്ങനെ കുറച്ച് നേരം കുട്ടീൻ്റെ കൂടെ കളിച്ചു. പിന്നെ കുട്ടി കരഞ്ഞു. കുട്ടിയുടെ അമ്മേൻ്റെ കൂടെ പോയി. പിന്നെ വീണ്ടും യാത്ര തുടർന്നു. കോഴിക്കോടൊക്കെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ പോയി ഒരു ബനാന കഴിച്ചു. സോ കോളേജിലെത്തി ഫസ്റ്റ് തന്നെ വേഗം പോയി ഈ സാധനത്തിനെ പിക്ക് ചെയ്തു. കാരണം വിശപ്പ് ഒട്ടും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓളെയും കൂട്ടി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സോ ഓളുടെ ഫുഡും എൻ്റെ ഫുഡും ഒക്കെ കൂടി കൂട്ടി മിക്സാക്കി കഴിച്ച ശേഷം എന്നിട്ടും വിഷമം മാറാത്തതുകൊണ്ട് ഒരു അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് NSSൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ NSSൻ്റെ ഭാഗമായിട്ട് ഓടി നടക്കായിരുന്നു, നാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സക്സസ് പാർട്ടി പോലെ ഒരു സാധനം സാറിൻ്റെ എന്തോ ഒരു റെസിപ്പിയാണ്. സോ സാർ ഉണ്ടാക്കി, അല്ലെങ്കിൽ സിനാനാണെങ്കിൽ അതിട്ട് ഇളക്കാൻ ഇവനെ കഴിച്ചിട്ട് രണ്ടേ ആഴയുള്ളൂ. അന്മാതിരി ഇളക്കലായിരുന്നു. പക്ഷേ ഇളക്കലൊക്കെ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ സാധനം സാർ ഉദ്ദേശിച്ച പോലെ തന്നെ ആയി. പിന്നെ സാർ അത് ആക്കേണ്ടത് മാത്രമല്ല, എങ്ങനെയാണ് കഴിക്കേണ്ടത് കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ സാർ ഉദ്ഘാടനം ചെയ്ത ശേഷം പിന്നീട് ഞങ്ങൾ ഓരോരുത്തരായി കഴിച്ചു. സംഭവം സീനായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.